കോശസ്തരത്തിലൂടെ ചില പ്രത്യേക തന്മാത്രകൾക്ക് മാത്രമേ കടന്നു പോകാൻ കഴിയൂ. അതിനാൽ ഇത് ഒരു വരണസാര്യസ്തരം അഥവാ സെലക്റ്റീവ്ലി പെർമിബിൾ മെംബ്രെയിൻ എന്നറിയപ്പെടുന്നു. ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയ്ക്ക് ഇതിലൂടെ അനായാസം കടന്നു പോകാനാകും. ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ സ്ഥലത്തു നിന്നും ഗാഢത കുറഞ്ഞ സ്ഥലത്തേക്ക് ഒരു അർദ്ധതാര്യ സ്ഥലത്തിലൂടെ കടന്നു പോകുന്നതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഉപ്പുവെള്ളത്തിലിട്ട മാങ്ങ ചുളുങ്ങിപ്പോകുന്നതും വെള്ളത്തിലിട്ട ഉണക്കമുന്തിരി വീർത്തു വരുന്നതും വേരുകൾ ജലം വലിച്ചെടുക്കുന്നതുമെല്ലാം ഓസ്മോസിസ് വഴിയാണ്. മുറിയുടെ മൂലയിൽ തുറന്നു വെച്ചിരിക്കുന്ന പെട്രോൾ പാത്രത്തിൽ നിന്നും ഗന്ധം മുറി മുഴുവനും വ്യാപിക്കുന്നത് എങ്ങനെയാണ്? അവിടെയും തന്മാത്രകളുടെ ഗാഢത കൂടിയ സ്ഥലത്തു നിന്നും കുറഞ്ഞ സ്ഥലത്തേക്ക് അത് വ്യാപരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകിച്ച് അവയെ വേർതിരിക്കാൻ ഒരു സ്ഥലം ഇല്ലെന്നേയുള്ളൂ. ഈ വ്യാപനത്തെ ഡിഫ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. മുറിയിൽ ഒരു ഭാഗത്ത് സ്പ്രേ ചെയ്യുന്ന എയർ ഫ്രഷ്നർ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതും ഡിഫ്യൂഷൻ വഴി തന്നെ. ഗാഢത കൂടിയ സ്ഥലത്തു നിന്നും ഗാഢത കുറഞ്ഞ സ്ഥലത്തേക്കുള്ള തന്മാത്രകളുടെ ഈ വ്യാപനം ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. ഇതിന് ഊർജം ആവശ്യമില്ല. കോശസ്തരത്തിലൂടെ ചില പ്രത്യേക തന്മാത്രകൾ കടന്നു പോകുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ്. ഇതിന് ചില സഹായികൾ ആവശ്യമാണ്. കോശസ്തരത്തിലെ ചില പ്രത്യേക പ്രോട്ടീനുകളാണ് ഈ സഹായികൾ. ഇവയെ ചാനൽ പ്രോട്ടീൻസ് എന്നും വാഹക പ്രോട്ടീനുകൾ എന്നും വിളിക്കാം. ഗാഢത കൂടിയ സ്ഥലത്തു നിന്നും കുറഞ്ഞ സ്ഥലത്തേക്കാണ് ഇങ്ങനെ തന്മാത്രകൾ സഞ്ചരിക്കുന്നത്. ഇങ്ങനെ പ്രോട്ടീൻ ചാനലുകളിലൂടെ അല്ലെങ്കിൽ വാതിലുകളിലൂടെ തന്മാത്രകൾക്ക് സഞ്ചരിക്കാൻ ഊർജം ആവശ്യമില്ല. ഗ്ലൂക്കോസ് പോലുള്ള വലിയ തന്മാത്രകളും ചാർജുള്ള അയോണുകളുമാണ് ഇങ്ങനെ കോശത്തിൽ എത്തിച്ചേരുന്നത്. കോശസ്തരത്തിലൂടെ ചില വാഹക പ്രോട്ടീനുകൾ ഊർജം ഉപയോഗിച്ച് തന്മാത്രകളെ വലിച്ചെടുക്കുന്നു. ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്നും കൂടിയ ഭാഗത്തേക്ക് ഇങ്ങനെ തന്മാത്രകൾ സഞ്ചരിക്കുന്നു. ഇതിന് ഊർജം ഉപയോഗിക്കപ്പെടുന്നതിനാൽ ഇതിനെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയും. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം തുടങ്ങിയ അയോണുകളുടെ സഞ്ചാരവും പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ അമിനോ ആസിഡുകളെ കോശത്തിനകത്തേക്ക് കൊണ്ടുപോകുന്നതും ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ്.